ഇന്നത്തെ ഞങ്ങളുടെ സന്ദർശനം പ്രസിദ്ധമായ ദുബായ് ഫ്രെയിമിലേക്കാണ്. രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. നിവർത്തിവെച്ച പുസ്തകത്തിന്റെ രൂപത്തിൽ കാണുന്ന ഈ കെട്ടിടം മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയാണ്. ഏകദേശം 20 മിനിറ്റ് യാത്രയുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടുത്തെ മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പോലെ തന്നെ ഈന്തപ്പനകളും പുൽത്തകിടികളും വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടം. സബീൽ പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പാർക്കിന്റെ ജോഗിംഗ് പാത്താണിത്. ഇവിടെ ചെറിയൊരു ഫിറ്റ്നസ് സെന്ററും ജനങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം സ്ട്രക്ചർ ആണിത്. 2013 നിർമ്മാണം ആരംഭിച്ച് 2018 ജനുവരി 1 ജനങ്ങൾക്കായി ഇത് തുറന്നു നൽകിയത്. ഓൺലൈൻ ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ക്യൂവിൽ സ്ഥാനം പിടിച്ചു. സാമാന്യം നല്ലൊരു ക്യൂ ആണ്. സീസൺ ആയതു കാരണം ധാരാളം സന്ദർശകരുണ്ട്. വളരെ വിശാലമായതും വൃത്തിയായും മനോഹരമായും സംരക്ഷിക്കപ്പെട്ട സബീൽ പാർക്കിന്റെ ഒരു ഭാഗമാണിത്. എക്സ്പോ 2020 ലോഗോ ആണ് ഇതിന്റെ പുറംഭിത്തിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരേ സമയം ഇതൊരു മോണുമെന്റും മ്യൂസിയവും ഒബ്സർവേറ്ററിയുമാണ്. ഞങ്ങൾ പ്രധാന പ്രവേശന കവാടത്തിനടുത്തെത്തി ടിക്കറ്റ് കാണിച്ച് അകത്തു കയറി. ഇവിടെയും ക്യൂ ആണ്. അകത്തു കയറുന്നവരെയെല്ലാം ഒരു ഗ്രീൻ സ്ക്രീനിന് മുന്നിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നീടാണ് അറിഞ്ഞത് അതൊരു വിപണന തന്ത്രമായിരുന്നെന്ന്. ഞങ്ങളേതായാലും കോപ്പി വാങ്ങിയില്ല. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ലിഫ്റ്റിലേക്കുള്ള പാതയുടെ ഭിത്തികളിൽ ഘടിപ്പിച്ചിട്ടുള്ള LED സ്ക്രീനുകളിൽ പഴയ ദുബായ് പട്ടണത്തിൻ്റെയും തുറമുഖങ്ങളുടെയും മറ്റും ദൃശ്യവൽക്കരണം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പൗരാണികതയിലേക്ക് പറിച്ചുനട്ട കടകളും വീടുകളും തെരുവുകളും. ഒറിജിനാലിറ്റി കൂട്ടാനായി ഓഡിയോ വിഷ്വൽ എഫക്ട്സും. ആധുനികതയിൽ നിന്നും പൗരാണികതയിലേക്ക് നിമിഷാർദ്ധം കൊണ്ട് എത്തപ്പെട്ടതുപോലെ.
بسام يا مرحبا وسهلا حياكم الله حياكم الله. ഞങ്ങൾ മുകളിലേക്കുള്ള ലിഫ്റ്റിൽ കയറി. മുകളിലേക്ക് വരുന്ന ലിഫ്റ്റിൽ നിന്നുള്ള പുറം കാഴ്ച മനോഹരമാണ്. 48 നിലകളുള്ള കെട്ടിടത്തിൻ്റെ ഉയരമാണ് ഇതിന്. ഏകദേശം 45 സെക്കൻഡുകൾ കൊണ്ട് ഞങ്ങൾ മുകളിലെത്തി. ലിഫ്റ്റിൽ നിന്നിറങ്ങുന്ന സന്ദർശകരെ സ്വീകരിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ഇവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. Welcome to the prison zone. We are right now on the top level of the frame, the height of 150 meters, 48th floor. From the right side you can see New Dubai, left side Old Dubai. In the middle, smart glass, safe walking, but jumping, sitting not allowed for safety. 150.24 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 95.53 മീറ്റർ വീതിയും. ഫ്രെയിമിൻ്റെ വടക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ പഴയ ദുബായ് ആണ് കാണുന്നത്. ഇവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നും തന്നെയില്ല. താഴെ ദീർഘചതുരാകൃതിയിൽ കാണുന്നത് ഞങ്ങൾ നിൽക്കുന്ന ദുബായ് ഫ്രെയിമിന്റെ നിഴലാണ്. തെക്കുഭാഗത്ത് പുതിയ ദുബായ്. ഇവിടെയാണ് ദുബായ് ഡൗൺ ടൗൺ. ബുർജ് ഖലീഫ് തുടങ്ങിയ വമ്പൻ കെട്ടിടങ്ങൾ ഇവിടെയാണ്. ഒരു നഗരത്തെ മുഴുവൻ ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നഗരവൽക്കരണത്തിൽ കാണിക്കുന്ന കൃത്യതയും മനോഹാരിതയും ഒന്നു വേറെ തന്നെയാണ്. നിലത്തു വിരിച്ചിരിക്കുന്ന സുതാര്യമായ പാളികളിലൂടെ നോക്കിയാൽ താഴെയുള്ള കാഴ്ചകൾ കാണാം. പുറം കാഴ്ചകളുടെ ദൃശ്യഭംഗി പലരും ക്യാമറയിൽ പകർത്തുകയാണ്. ചിലർ സെൽഫികൾ എടുക്കുന്നു, കുടുംബവുമൊത്തുള്ള ഫോട്ടോകൾ എടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം സ്ട്രക്ചറിന്റെ മുകളിലാണെന്ന വിവരം ആവേശത്തോടെ ലൈവായി ലോകത്തെ അറിയിക്കുന്നു. ഇവിടെ എത്തിയ സഞ്ചാരികളിൽ ഭൂരിഭാഗം പേർക്കും ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അസുലഭ അവസരമായിരിക്കും.
പുനർവായനയില്ലാത്ത ജീവിതത്തിൻ്റെ ഏടുകളിലൊന്ന് ഇവിടെ അവസാനിക്കുന്നു. ഫ്രെയിമിലൂടെയുള്ള ആകാശ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ താഴോട്ടുള്ള ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഇറങ്ങി പുറത്തേക്കുള്ള വഴിയിലുമുണ്ട് വിസ്മയ കാഴ്ചകൾ. അത് ഫ്യൂച്ചർ ദുബായിയെ സൂചിപ്പിക്കുന്നവയാണ്. അവസാനം ഒരു സോവനിയർ കടയും. കടയൊന്ന് ചുറ്റിക്കറങ്ങി പുറത്തേക്കിറങ്ങി. സമയം ഏതാണ്ട് 3 മണിയോളമായി. ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് മടങ്ങി.